നമസ്കാരം, വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. ഇന്ന് നമ്മളുള്ളത് ഏറ്റവും പുതിയ i20യോട് കൂടിയിട്ടാണ്. ഇതാണ് ഇന്ന് ഞാൻ ഓടിക്കാൻ പോകുന്ന വെഹിക്കിൾ, തേർഡ് ജനറേഷൻ i20. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള, ഒരുപാട് മോഡേൺ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു i20 ആണിത്. ഈ വെഹിക്കിളിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. സോ ഹ്യുണ്ടായി i20 തേർഡ് ജനറേഷൻ്റെ പെട്ടെന്നുള്ളൊരു ക്വിക്ക് വാക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ ചെയ്യാം. ഡീറ്റെയിൽഡ് വാക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈനാണ് ഭയങ്കര ഫേവറേറ്റ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും മോഡേൺ ആയിട്ട് ലുക്കുള്ള ഒരു കാറ് അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈനാണ്. ഭയങ്കര സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. എസ്പെഷ്യലി ഇതിൻ്റെ LED DRLസും ആ ഒരു LED പ്രൊജക്ടർ യൂണിറ്റും ഒക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വേറെ ഒരു പ്രീമിയം ലെവൽ ഒരു കാറ് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് തോന്നിയത് അത് നിങ്ങൾക്ക് വണ്ടി ഓടുന്ന വിഷ്വൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് മിറേഴ്സിൻ്റെ ഡിസൈൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സൈഡ് മിറേഴ്സിൻ്റെ ഡിസൈൻ എവിടെയും കണ്ടിട്ടില്ല. ഇൻറ്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു പഡിൽ ലാംപ്സ് വരുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ഭയങ്കര പ്രീമിയം ഫീൽ തരുന്ന ഒരു സംഭവമാണ് ഈ പഡിൽ ലാംപ്സ്. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എലമെൻറ്റ്. പിന്നെ വലിയ ഡോർസാണ്. ഞാൻ പറഞ്ഞു ഉള്ളിലോട്ട് കയറാനും പുറത്തോട്ട് ഇറങ്ങാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ക്യാബിനിൽ ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ തോന്നും. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നോർമൽ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് ഷേപ്ഡ് LED ടെയിൽ ലാംപ്സാണ് വരുന്നത്. ഇവിടെ നിന്ന് തന്നെ ടെയിൽ ലാമ്പ് തുടങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ടെയിൽ ലാമ്പ് തുടങ്ങുന്നുണ്ട്. അതൊരു പുതിയ രീതിക്കുള്ളൊരു ഡിസൈൻ ട്രൈ ചെയ്തായിരിക്കും ഹ്യുണ്ടായി. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട് i20 ബാഡ്ജിങ്ങോട് കൂടിയിട്ട്. റിയർ വ്യൂ ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം വരുന്നുണ്ട് പുതിയ i20യിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. എസ്പെഷ്യലി ഇത് ഇവിടെ കണ്ടില്ലേ, ഈ ടെയിൽ ലൈറ്റ്സിൽ LED ടെയിൽ ലൈറ്റ്സിൽ തന്നെ i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ്. ഇവിടെ ഫ്യൂവൽ ലിഡ് വരുന്നുണ്ട്. ഫ്യൂവൽ ലിഡിൻ്റെ ഇൻറ്റഗ്രേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്യൂവൽ ലിഡ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ അറിയുന്നില്ല. ഇനി ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. 311 ലിറ്റർ ബൂട്ട് സ്പേസാണ് വരുന്നത്. അടിപൊളി ഒരു ബൂട്ടാണ്. വളരെ ഡീസൻറ്റ് ലുക്കിംഗ് ബൂട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് പുറമേയുള്ള ഡിസൈൻ ഹൈലൈറ്റ്സ്. ഇനി പെട്ടെന്ന് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണിച്ചു തരാം. i20യുടെ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ് കേട്ടോ. ഞാൻ വെഹിക്കിൾ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട് സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡ്. ഓക്കെ, ഒരു ഫസ്റ്റ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എസ്പെഷ്യലി ഇതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു AC വെൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഇവിടെ കണ്ടില്ലേ, ഒരു കാസ്കേഡിങ് ഡിസൈനാണ് വരുന്നത്. AC വെൻസിൻ്റെ ഇൻറ്റഗ്രേഷനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അതുപോലെ നമുക്ക് അത്യാവശ്യം വലിയ രീതിക്കുള്ള ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഏകദേശം 26 സെൻറ്റിമീറ്റർ വലിയ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ടച്ച് സ്ക്രീനിൽ തന്നെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. നമുക്ക് മീഡിയ ഓപ്ഷൻസ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, നാവിഗേഷൻ ഓപ്ഷൻ വരുന്നുണ്ട്. എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് ഏകദേശം. അതുപോലെ തന്നെ എന്താ പറയുക, ടച്ച് ആൻഡ് ഫീൽ, അതായത് i20യുടെ ഇൻറ്റീരിയേഴ്സിൻ്റെ ടച്ച് ആൻഡ് ഫീലാണ് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ടോപ്പ് ഭാഗമാണ്. നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് ലെയർ ഒരു ഗ്രിപ്പുള്ള രീതിക്കുള്ളൊരു ഫിനിഷും, ബോട്ടം ലെയറിൽ വേറെ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. അതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി. കുറച്ച് സ്പോർട്ടി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുള്ളത് ടെർബോ വേരിയൻറ്റിലല്ല. ടെർബോ വേരിയൻറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റിങ്ങിലൊക്കെ റെഡ് സ്റ്റിച്ചിങ് വരും. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് സ്റ്റിയറിംഗ് വീലിലും ചെറിയ രീതിക്ക് റെഡ് ഇൻസേർട്സ് വരും. ഇതൊക്കെ ആയിരിക്കും ടെർബോ വേരിയൻറ്റിലോട്ട് പോകുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ടെർബോ വേരിയൻ്റ് അല്ലാത്ത കാരണം ഈ ഒരു വേരിയൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രേറ്റയിൽ വരുന്ന അതേ രീതിക്കുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഒരു മെറ്റൽ ഫിനിഷോട് കൂടിയിട്ട് ക്രോം ഇൻസേർട്സ് പോലത്തെ ഒരു ഫിനിഷ്. വളരെ നീറ്റായിട്ടുള്ള സ്വിച്ചസ് ആണ്. ഭയങ്കര പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട്. അതാണ് i20യുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. അതായത് ഭയങ്കര ഒരു ലക്ഷൂറിയസ് ഫീൽ തരും i20. അതാണ് i20യുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചത്ത് കാണാതെയാണ് ഓൾ ഓവർ ദ കാർ നമുക്ക് ബ്ലൂ ആംബിയൻറ്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഇത് താഴെ ഫ്ലോർ മാറ്റിൻ്റെ അവിടെയാണെങ്കിലും നമുക്കൊരു ബ്ലൂ ആംബിയൻറ്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ വയർലെസ് ചാർജിങ് പാഡിൻ്റെ അവിടെയാണെങ്കിൽ നമുക്കൊരു ബ്ലൂ ആംബിയൻറ്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. ഇത് നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ലക്ഷൂറിയസ് ഒരു ഫീല് തരും. അതുപോലെ തന്നെ നിങ്ങൾ ഡോർ പാഡിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഡോർ പാഡിൻ്റെ ഡിസൈനിൽ തന്നെ നമുക്കൊരു മെറ്റൽ ബ്രഷ്ഡ് ഫിനിഷ് വരുന്നുണ്ട് ഡോർ ഹാൻഡിലിൽ. അതേപോലെ ഒരു പിയാനോ ഫിനിഷാണ് വരുന്നത് ഡോർ ഓപ്പണിങ്ങിൽ ചെയ്യുന്ന ഭാഗത്ത്. അതേപോലെ ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റം നമുക്ക് ഡോർ പാഡിൽ തന്നെ വരുന്നുണ്ട്. ഡോർ പാഡിൻ്റെ ഡിസൈൻ പോലും ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇനി കാറിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. അതായത് ഇപ്പോൾ എൻ്റെ സൈസ് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ഇൻറ്റീരിയർ ആയിട്ടാണ് തോന്നുന്നത്. അതേപോലെ വേറെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഹ്യുണ്ടായിയുടെ എല്ലാ മോഡൽസിലും ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ടിട്ട്, അതായത് ചെറിയ കാറുകൾ തൊട്ടിട്ട് വരുന്നുണ്ട്. സോ ലക്ഷൂറിയസ് ഒരു ഹച്ച് ബാക്ക് ആയത് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. 2 USB പോർട്ട് വരുന്നുണ്ട് ഇവിടെ. ഒന്ന് വന്നിട്ട് മ്യൂസിക് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാനും ഒന്ന് ചാർജിങ് ഓപ്ഷനും. ഇതൊരു 12 വോൾട്ട് സോക്കറ്റ് ഇത് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും ടച്ച് ആൻഡ് ഫീല് അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഒരു ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കി കാറുകളായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഹോണ്ട ജാസിൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ടച്ച് ആൻഡ് ഫീല്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ടോഗിൾ ടൈപ്പ് സ്വിച്ചസാണ് വരുന്നത്. AC-യുടെ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ടോഗിൾ ടൈപ്പ് സ്വിച്ചസാണ് വരുന്നത്. ഭയങ്കര ഹാൻഡി ആയിട്ടുണ്ട് യൂസ് ചെയ്യാനായിട്ട്. ടെമ്പറേച്ചറുടെ സ്വിച്ചും ടോഗിൾ സ്വിച്ചസാണ് വരുന്നത്. ബാക്കി AC കൺട്രോൾസ് ഒക്കെ ഇവിടെ നോർമൽ സ്വിച്ചസാണ് വരുന്നത്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലാണ് തരുന്നത് i20യുടെ ഇൻറ്റീരിയേഴ്സ് ഓൾ ടുഗദർ. വലിയ ടച്ച് സ്ക്രീന് വളരെ ഈസി ആയിട്ടുണ്ട് യൂസ് ചെയ്യാൻ. ഇനി ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റിയർ വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. നമുക്ക് വെഹിക്കിൾ ഓടുമ്പോൾ ഇവിടെ റിയർ വ്യൂ മോണിറ്റർ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യൂ നമുക്ക് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും റിയർ വ്യൂ മോണിറ്ററിൽ. അതുപോലെ റിയർ വ്യൂ ക്യാമറയുടെ ക്ലാരിറ്റി കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ ബാക്കിയുള്ള കാറുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബെറ്ററാണ്. ഹ്യുണ്ടായിയുടെ ഒരു ട്രേഡ് മാർക്കാണ് എന്ന് തന്നെ പറയണം ആ ക്യാമറ ക്ലാരിറ്റി. അതുപോലെ ഗിയർ നോബിൻ്റെ ഫിനിഷിങ് കണ്ടു കഴിഞ്ഞാലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗിയർ നോബ് ഫിനിഷിങ്ങാണ് വരുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഒരു കപ്പ് ഹോൾഡറിൽ നമുക്ക് ചെറിയ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു കപ്പ് ഹോൾഡറിൽ വരുന്നത് നമുക്ക് വൈറസ് പ്രൊട്ടക്ഷൻ ഓപ്ഷനാണ്. എയർ പ്യൂരിഫയറാണ് വരുന്നത്. ഒരു ഓക്സി ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എയർ പ്യൂരിഫയറാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ലൈഡിങ് ആംറെസ്റ്റാണ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഏത് കാറിനും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സ്ലൈഡിങ് ആംറെസ്റ്റാണ് വരുന്നത്. ആംറെസ്റ്റിനകത്ത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് പിടിക്കാനായിട്ട് നമുക്ക് വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഡിസൈൻ കുറച്ച് മോഡേൺ ആയിട്ടുണ്ട്, പക്ഷേ പിടിക്കാനായിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാരണം സ്റ്റിയറിംഗ് ഭയങ്കര തിക്ക് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് നമുക്ക് പിടിക്കാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും ബിൽഡ് ഒരു ക്വാളിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്ന് തന്നെ പറയണം. പിന്നെ അതുപോലെ സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്. ഒരു നോർമൽ ഫാബ്രിക് സീറ്റ് ആണെങ്കിൽ പോലും നമ്മളെ എന്താ പറയുക ലോങ് ജേർണീസിനൊക്കെ അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതാണ് വേറൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്. ഇത് കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഡയൽസ് ഉള്ള പോലെ നമുക്ക് തോന്നുന്നു അല്ലേ. അത് വളരെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്ക് വേറൊരു MID ഡിസ്പ്ലേ, ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. സെക്കൻഡ് റോന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് വളരെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൺറൂഫാണ് വരുന്നത്. ചെറിയ സൺറൂഫ് ആണെങ്കിൽ പോലും ഒരുപാട് എയർ ഉള്ളിലോട്ട് കടത്തി വിടുന്ന രീതിക്കുള്ളൊരു സൺറൂഫാണ്. കുറച്ച് ലെങ്ത് ഉള്ളൊരു സൺറൂഫാണ്. ഓൾമോസ്റ്റ് കാറിൻ്റെ വിത്ത് ഉണ്ട് എന്ന് തന്നെ പറയണം. സോ അത് കാരണം നല്ല രീതിക്ക് ലൈറ്റും കാര്യങ്ങളും ഉള്ളിലോട്ട് വരുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോയിലോട്ടൊന്ന് പോവാം.
i20യുടെ സ്പെഷ്യാലിറ്റി ഇതാണ് കേട്ടോ. അതായത് പുറകിൽ അടിപൊളി സ്പേസ് ഉണ്ടാവും, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് 5 ആൾക്ക് ഈസി ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് i20യുടെ സ്പെഷ്യാലിറ്റി. സോ ഫ്രണ്ട് സീറ്റ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഗറേഷനാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് അഡീഷണൽ സ്പേസ് വെച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും 6 ഫീറ്റ് ഉള്ള എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെഗ് റൂമും ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്. ഓവറോൾ ഈ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ റിയറിൽ സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. പുതിയ വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഈ കവറൊന്നും റിമൂവ് ചെയ്യാത്തത് കേട്ടോ. ISO ഫിക്സ്ഡ് സീറ്റ്സാണ് വരുന്നത്. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് സൺറൂഫിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലാമ്പ് വരുന്നുണ്ട്, 2 ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വിൻഡോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കമ്പയർഡ് ടു അതർ ഹാച്ച് ബാക്സിൻ്റെ വിൻഡോനേക്കാളും കുറച്ച് ഒരു പൊടിക്ക് വലുതാണ് എന്ന് തോന്നുന്നു. അത് കാരണം ഒരുപാട് ലൈറ്റ് ഉള്ളിലോട്ട് വരുന്നത് പോലെ തോന്നും. അതേപോലെ തേർഡ് ക്വാർട്ടർ വിൻഡോയിലൂടെയും ഒരു ഇഷ്ടംപോലെ ലൈറ്റ് ഉള്ളിലോട്ട് വരും. സോ ഓവറോൾ ഉള്ളിൽ ഇഷ്ടംപോലെ സ്പേസും ഉണ്ട്, ഇഷ്ടംപോലെ ലൈറ്റും ഉള്ളിൽ വരുന്ന കാരണം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാറായിട്ടാണ് തോന്നുക. ഒരു രീതിക്കുള്ള മുഷിപ്പോ കാര്യങ്ങളോ തോന്നില്ല. നമുക്ക് പുറകിൽ 2 AC വെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് പോലെ വരുന്നുണ്ട്. മൊബൈൽ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വെക്കാനോ പറ്റും. ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് കൂടെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. സോ ബാക്ക് സീറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 3 ആൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു രീതിക്കുള്ള പ്രോബ്ലംസും വരുന്നില്ല. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം കൂടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് i20യുടെ പുറകിലത്തെ സീറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. പുറകിലത്തെ ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. ഡോർ പാഡിൽ തന്നെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് ഡോർ പാഡിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് i20യുടെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. Hyundai i20 3rd generation. First gear 50, second gear 80, haha 100 third gear. Maybe it isn't as bad as they're telling us. The earth is spinning while bluebirds fall in love. Hyundaiയുടെ 3rd generation i20 നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. വെഹിക്കിൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിഫൈൻഡ് ആയിട്ട് കുറച്ചുകൂടെ തോന്നുന്നുണ്ട്. അതുപോലെ 3rd ജനറേഷൻ ആയത് കാരണം ഒരുപാട് ചേഞ്ചസ് ഉണ്ട് വെഹിക്കിളിൽ. ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഹാച്ച് ബാക്കിൽ നമുക്കിതിൽ വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ വരുന്നുണ്ട്. അതിൽ തന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും വരുന്നുണ്ട്. നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷനും വരുന്നുണ്ട്. അതുപോലെ 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. 1 ലിറ്റർ ടെർബോ പെട്രോൾ എന്ന് പറയുന്നത് ഹ്യുണ്ടായി വെന്യൂവിൽ വരുന്ന സെയിം ടെർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതിന് 120 PS പവറാണ് മാക്സിമം വരുന്നത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിൻ. അതിൽ വരുന്നത് 83 PS മാക്സിമം പവറും ടോർക്ക് ഒരു 11.7 കിലോഗ്രാം മീറ്റർ ടോർക്കാണ് അതിൽ വരുന്നത്. ഇനി അതല്ലാതെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് 1 ലിറ്റർ ടെർബോ ഞാൻ പറഞ്ഞു. ഇനി അതും അല്ലാതെ 1.5 ലിറ്റർ ഡീസൽ. ഇതൊക്കെയാണ് എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1.5 ലിറ്റർ ഡീസലാണ് കുറച്ചുകൂടെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയും കൂടെ ഉള്ളൊരു എഞ്ചിൻ അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നമ്മളിപ്പോൾ ഓടിക്കുന്നത് 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനാണ്. സോ ബാക്കിയുള്ള വേരിയൻസ് ഓടിക്കാതെ നമ്മൾ അതിൻ്റെ ഒരു കമൻറ്റിലോട്ട് പറയുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഡ്രൈവിംഗ് ഇംപ്രഷൻസ് പറയാം. 1.2 ലിറ്റർ പെട്രോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനിൽ 83 PS പവറാണ് വരുന്നത്. 1 ലിറ്റർ ടെർബോ പെട്രോളിൽ 120 PS പവറും അതേ തന്നെ 1.5 ലിറ്റർ ഡീസലിൽ വരുന്നത് 100 PS പവറും. ഇങ്ങനെയാണ് പവർ ഫിഗേഴ്സ് 3 വേരിയന്റിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ 1.2 ലിറ്റർ ഞാൻ നേരത്തെ വെന്യൂലൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് അത്രത്തോളം ഒരു താല്പര്യം ഇല്ലാത്തൊരു എഞ്ചിനായിരുന്നു. കാരണം അത്ര പവർ ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ i20 ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച്, അതായത് ഈ വെഹിക്കിളിൻ്റെ സൈസും ചെറിയൊരു കാറായതുകൊണ്ടായിരിക്കാം കുറച്ച് പെപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. അതായത്
ഓടിക്കാൻ നല്ല രസമുണ്ട്, അത്യാവശ്യം പവർ ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം കണ്ടില്ലേ, വെഹിക്കിൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടും. അതായത് ഗിയർ ഷിഫ്റ്റ്സ് പെട്ടെന്ന് ചെയ്യണം, കാരണം നമ്മൾ വിചാരിച്ച പോയിന്റിൽ വെഹിക്കിൾ കയറി പോകണം എന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ്സ് പെട്ടെന്ന് ചെയ്യണം. അത് പെട്രോൾ എഞ്ചിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. പിന്നെ അതുപോലെ ഗിയർ ഷിഫ്റ്റ്സ് പെട്ടെന്ന് ചെയ്യണം. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും കുറച്ച് ടോർക്കുള്ള ഒരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ഇല്ലാതെ കയറി പോവായിരുന്നു. അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. കാരണം സീറ്റിംഗ് ലോ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. ഹ്യുണ്ടായിൽ ഈ ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ജനറലായിട്ട് എല്ലാ കാറുകളിലും കൊടുക്കുന്നുണ്ട്. റിയർ വ്യൂ മോണിറ്റർ, അതുപോലെ വയർലെസ് ചാർജിങ് ഓപ്ഷൻ, സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പുതിയ i20യുടെ. കാരണം സ്റ്റിയറിംഗ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ഒന്നും അല്ല, പക്ഷേ സ്റ്റിയറിംഗിന്റെ ഒരു ഫീല് അടിപൊളിയായിട്ടുണ്ട്. കാരണം സ്റ്റിച്ചിങ് വരുന്നുണ്ട്, നല്ല തിക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു സീറ്റിംഗ് പൊസിഷനും ഈ ഒരു ഇതൊക്കെ ആയിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഉള്ളൊരു കാർ ഓടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരേ ഒരു കാര്യം, 1.2 ലിറ്ററിൽ നമുക്ക് ബാക്കിയുള്ള വെഹിക്കിൾസിൻ്റെ അത്ര ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ല കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി ഓടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചത് ഇത് അത്രത്തോളം എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓടിക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്ക് അല്ല തോന്നുന്നത്. കുറച്ച് ബെറ്റർ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, വെഹിക്കിൾ കയറി പോകുന്നുണ്ട്. പക്ഷെ 1.5 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ ടെർബോന്റെ പെർഫോമൻസ് ഇതിൽ പ്രതീക്ഷിക്കേണ്ട എന്നേ ഉള്ളൂ. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഈ ഡയൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അത് വളരെ നീറ്റ് ആയിട്ടുണ്ട്. ഡിജിറ്റൽ ആണെങ്കിൽ പോലും ഡയൽസ് ഇല്ല എന്നുണ്ടെങ്കിലും വളരെ നീറ്റ് ആയിട്ടുണ്ട്. വേറെ ചില ബ്രാൻഡ്സിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഭയങ്കര ക്ലട്ടർ പോലെ ആയിരിക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യുണ്ടായിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഈ 1.2 ലിറ്റർ ആയിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു പെട്രോൾ ഡീസൽ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ആ 1.2 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു സിറ്റി യൂസിന് അതല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള എല്ലാ കംഫർട്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓടിക്കാൻ അത്യാവശ്യം പവറുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. പവറിൽ അങ്ങനെ നമ്മൾ വിചാരിച്ചത്ര, അതായത് ഡീസലിൻ്റെ പവർ പ്രതീക്ഷിക്കേണ്ട എന്നേ ഉള്ളൂ. പക്ഷേ വളരെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഈ എൻജിൻ വളരെ സ്മൂത്ത് ആണ് കേട്ടോ, വളരെ റിഫൈൻഡ് ആണ്. എൻജിൻ്റെ സൗണ്ട് തന്നെ ഉള്ളിൽ ഒരു ചെറിയൊരു വൈബ്രേഷനോ അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് പോലും നമുക്ക് കേൾക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം i20യുടെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ആണ്. സ്റ്റിയറിംഗ് കണ്ടില്ലേ, നമുക്ക് ഏത് സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. കുറച്ച് സൂക്ഷിക്കുകയും കൂടെ വേണം കേട്ടോ. സ്റ്റിയറിംഗ് അത്രയ്ക്ക് ഷാർപ്പാണ്. അതായത് അതേ കണ്ടില്ലേ, ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള പ്രിസൈസ് സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. സോ i20യുടെ ഒരു 3rd ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, പക്ഷേ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഹ്യുണ്ടായി i20യുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.8 ലാക്ക് തൊട്ടിട്ടാണ് ബേസ് വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ്. സോ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പ്രീമിയം ഹാച്ച് ബാക്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ i20യിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ് ബെസ്റ്റ് ഫീച്ചേഴ്സും സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സും ഒക്കെ ആയിട്ടാണ് ഹ്യുണ്ടായി i20 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 3rd ജനറേഷൻ കംപ്ലീറ്റ് ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു കാറാണ് പുതിയ i20. സോ ഇതിനെക്കുറിച്ചുള്ള ഒരു വേർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്താണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ടെർബോ ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. ടെർബോ എഞ്ചിനിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പവർഫുൾ എഞ്ചിൻ വേണമെന്നുള്ളവർക്ക് ടെർബോയിലോട്ട് പോകാം. ഡീസൽ വേരിയൻറ്റും അവൈലബിൾ ആണ്. സോ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ് പുതിയ i20. ഇതിലൊരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് കമ്പയർ ടു ഇതിൻ്റെ കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഒരു പൊടിക്ക് കൂടുതലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അതേ സമയത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആയിട്ടാണ് പുതിയ i20 വന്നിട്ടുള്ളത്. ഇൻറ്റീരിയേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ് എന്ന് തന്നെ പറയണം. സോ അതുകൊണ്ടാണ് പ്രൈസിങ്ങിൽ കുറച്ചൊരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ്
പ്രൈസിങ് ആക്കാമായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ തന്നെ ഹ്യുണ്ടായി ഡീലർഷിപ്സിലൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ്. കാരണം പുതിയ i20 എങ്ങനെയാണ് അതിൻ്റെ ഫീൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് ഷോറൂംസിലോട്ട് വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.